കഴിഞ്ഞതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പൊങ്കാല ഇട്ടിട്ട് എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു. പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ബാങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ പൈസ എനിക്കിട്ടതായി ഒരു ഓർമ്മയും ഇല്ല. അങ്ങനെ എനിക്കൊരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോഴെനിക്ക് പിന്നെ അത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പലവിധ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലം എഴുതി മാറാന്. സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. 82 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് വിറ്റിട്ട് അതിലും കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്തു. ഞങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ മാതാവിന്റെ ഉടമ്പടി കാശ് രൂപവും എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത്. ഞങ്ങൾ 15-ാം തീയതിക്കുള്ളിൽ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറഞ്ഞു. 12-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ചൊല്ലി. എൻ്റെ ഹസ്ബൻഡും രണ്ടാമത്തെ കൊച്ചും കൂടെ സ്ഥലം അളക്കുന്നിടത്തേക്ക് പോയി. ഞാൻ ഒരു മുറിയിൽ കയറി ബൈബിൾ വായിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മൂത്ത കുട്ടിക്ക് 12 വയസ്സാണ് പ്രായം. അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 21 തവണ വേറൊരു മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വെച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്നുണ്ട് കൃപാസന മാതാവ് സ്ഥലം അളക്കുന്ന ചങ്ങലയിൽ അമ്മ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആ മുറിയിൽ തന്നെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു 82 സെന്റ് സ്ഥലം എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന്. വീണ്ടും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ചു. 82 സെന്റ് സ്ഥലം എന്നുള്ളത് അളന്നു വന്നപ്പോൾ 96 സെന്റ് സ്ഥലമായിട്ട് ഞങ്ങൾക്കത് കിട്ടുവാനിടയായി.